നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രതിസന്ധികളോട് പൊരുതാൻ കുട്ടികളിൽ കായിക മനോഭാവം വളർത്തണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് സെറിബ്രൽ പാൾസി ഫുട്ബോളിനുള്ള ഇന്ത്യൻ വുമൺസ് ടീമിനെ പ്രഖ്യാപിച്ചു. കായിക പരിശീലനം നേടുന്ന കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. അവരുടെ സന്തോഷങ്ങളിലും വേദനയിലും ചേർത്തു നിർത്തുന്ന രക്ഷിതാക്കളോട് നന്ദി അറിയിക്കാൻ വാക്കുകളില്ല. സമൂഹത്തിന് പുതിയ പ്രതീക്ഷയും ഊർജവും മാതൃകയാവുകയാണ് ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ പങ്കെടുക്കുന്ന ദേശീയ സെറിബ്രൽ പാൾസി ഫുട്ബോൾ ടീമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സെറിബ്രൽ പാൾസി സ്പോർട്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും സമഗ്ര ശിക്ഷ കേരളം കോഴിക്കോടുമാണ് കുട്ടികളെ മത്സരത്തിന് സജ്ജരാക്കിയത്. 6-അംഗ ദേശീയ വനിതാ സീനിയർ ടീമിൽ ജില്ലയിൽ നിന്നുള്ള അവന്തിക വിനോദ്, വജ്ര സൂര്യ, നിയ ഫാത്തിമ എന്നിവർക്കൊപ്പം തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള ആര്യ, പ്രിയ കോശി എന്നിവരും കളത്തിലിറങ്ങും. ജില്ലയിൽ നിന്നുള്ള 3 കുട്ടികൾക്കും പരിശീലക ഗിരിജകുമാരിക്കുമുള്ള യാത്രയയപ്പും ജേഴ്സി കൈമാറ്റവും ചടങ്ങിൽ നടന്നു. ആഗസ്റ്റ് 17 മുതൽ ലണ്ടനിലാണ് മത്സരങ്ങൾ നടക്കുക. നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ SSK ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ AK അബ്ദുൾ ഹക്കീം, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ UK അബ്ദുൾ നാസർ, സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ സെക്രട്ടറി ഗിരിജകുമാരി, KFA മെമ്പർ KP അഷ്റഫ്, DPO NK സജീഷ് നാരായണൻ, ഫുട്ബോൾ കോച്ച് അബിൻ രാജ്, SSK DPO PN അജയൻ എന്നിവർ സംസാരിച്ചു. തോണിക്കടവ്, കരിയാത്തുംപാറ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ടൂറിസം നിർവാഹക സമിതി യോഗം ചേർന്നു. സച്ചിൻ ദേവ് MLA, ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തോണിക്കടവ്, കരിയാത്തുംപാറ വിനോദസഞ്ചാര മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസനം, കേന്ദ്രങ്ങളുടെ നടത്തിപ്പ് എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്തു. മേഖലയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾ തടയാനായി കക്കയം മുതൽ തോണിക്കടവ്, കരിയാത്തുംപാറ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വരെ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് സച്ചിൻ ദേവ് MLA നിർദ്ദേശിച്ചു. കരിയാത്തുംപാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ പ്രവേശന കവാടം, വിശ്രമ കേന്ദ്രം, പൂന്തോട്ടം, സെപ്റ്റിക് ടാങ്ക് നിർമ്മാണം തുടങ്ങിയവ ചർച്ച ചെയ്തു. പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. യോഗത്തിൽ പെരുവണ്ണാമൂഴി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PK ബിജു, TMC മെമ്പർമാരായ തോമസ്, അരുൺ ജോസ്, തോണിക്കടവ് ഡെസ്റ്റിനേഷൻ മാനേജർമാരായ അമൽ ജോസഫ്, ജോസഫ് ജോൺ, കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OK അഹമ്മദ്, പോർട്ട് ഓഫീസ് സൂപ്പർവൈസർ R സക്കീർ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. മേപ്പയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായുള്ള ഫലവൃക്ഷത്തൈ വിതരണം ആരംഭിച്ചു. ഒട്ടുതൈകളായ കംബോഡിയൻ പ്ലാവ്, കാലപ്പാടി മാവ്, ക്രിക്കറ്റ് ബോൾ സപ്പോട്ട, തൊയാൻ പിങ്ക് പേര തുടങ്ങിയവയും റെഡ് ലേഡി പപ്പായ, റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് എന്നിവയും 75% സബ്സിഡിയിൽ ലഭിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KT രാജൻ ചന്ദ്രൻ ചൂരപ്പറ്റ മീത്തലിന് തൈകൾ നൽകി നിർവഹിച്ചു. 6,88,000 രൂപ അടങ്കിൽ തുക വകയിരുത്തിയ പദ്ധതിക്കായി 5,16,000 രൂപ പഞ്ചായത്ത് ചെലവഴിക്കുന്നുണ്ട്. കാർഷിക വികസന സമിതി അംഗം KK കുഞ്ഞിരാമൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ ഡോക്ടർ RA അപർണ പദ്ധതി വിശദീകരിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ NK ഹരികുമാർ, S സുഷേണൻ, CS സ്നേഹ, സെക്രട്ടറി ഷാജി M സ്റ്റീഫൻ, VV പ്രവീൺ, ബാബു കൊളക്കണ്ടി, കമ്മന മൊയ്തീൻ, ദാമോദരൻ അഞ്ചമൂലയിൽ, ജയരാജ് കുണ്ടയാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ദിവസവേതനത്തിൽ ഡയറ്റീഷ്യനെ നിയമിക്കുന്നു. യോഗ്യത പോഷകാഹാരത്തിലും ഡയറ്ററ്റിക്സിലും ഡിപ്ലോമ. പ്രായപരിധി 18-നും 45-നും ഇടയിൽ. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ആഗസ്റ്റ് 5-ന് രാവിലെ 11-ന് IMCH സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം. ദേശീയ പ്രാണിജന്യ രോഗ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി ആരോഗ്യ വകുപ്പിന് കീഴിൽ ജില്ലയിലെ നഗരപ്രദേശങ്ങളിൽ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾക്കായി 30 ദിവസത്തേക്ക് 150 ജീവനക്കാരെ നിയമിക്കുന്നു. യോഗ്യത 8ാം ക്ലാസ്. സ്പ്രേയിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യാൻ കായികശേഷി ഉള്ളവരാകണം. പ്രായപരിധി 50 വയസ്സ്. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ആഗസ്റ്റ് 5-ന് രാവിലെ 9:30-ന് മലാപ്പറമ്പ് ആരോഗ്യ കുടുംബക്ഷേമ പരിശീലന കേന്ദ്രത്തിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം.
ഫോൺ 0495 2370 494. വടകര മോഡൽ പോളിടെക്നിക് കോളേജിൽ 1ാം വർഷ ഡിപ്ലോമയിൽ ആഗസ്റ്റ് 7-നും ലാറ്ററൽ എൻട്രി 14 വരെയും സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അസൽ സർട്ടിഫിക്കറ്റുകളും പ്രോസ്പെക്ടസിൽ നിർദ്ദേശിച്ച ഫീസും സഹിതം എത്തണം. ഫോൺ 0496 25 24 920 9497 84 0006. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആഴ്ചയിൽ 2 ദിവസം പാർട്ട് ടൈം കൗൺസിലറെ നിയമിക്കുന്നു. യോഗ്യത 2 വർഷത്തെ മുഴുവൻ സമയ എംഫിൽ ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ സൈക്കാട്രിക് ആൻഡ് സോഷ്യൽ വർക്ക്. അപേക്ഷയും യോഗ്യതാ സർട്ടിഫിക്കറ്റും ആഗസ്റ്റ് 10-നകം സ്ക്രീനിൽ കാണുന്ന മെയിലിൽ അപ്ലോഡ് ചെയ്യണം. ഫോൺ 0495 2383 220. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.